അഹമ്മദാബാദ് വിമാനാപകടത്തിലെ പ്രാഥമിക റിപ്പോർട്ട് വെള്ളിയാഴ്ച പുറത്തുവിടുമെന്ന് സൂചന. എഞ്ചിൻ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ ചലനത്തിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെന്നാണ് സൂചന. വിഷയത്തിൽ നിർണായക പാർലമെന്ററി സമിതി യോഗം ഇന്ന് ചേരും. ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ ചേരുന്നു. ബൽറാം, നമുക്കറിയേണ്ടതും അതാണ്, എങ്ങനെ അപകടം ഉണ്ടായെന്ന്. എന്താണ് വിശദാംശങ്ങൾ? സുഹൈൽ, ഈ അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടാണ് വെള്ളിയാഴ്ച പുറത്തുവിടും എന്നുള്ള വിവരം കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അതേസമയം ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ എഞ്ചിൻ്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുമായി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിലാണ് ഡൽഹിയിലെ ലാബിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഡീകോഡ് ചെയ്തതും തുടർന്നുള്ള പരിശോധനകൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഈ അപകടത്തിന് കാരണം അത് പിഴവോ അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള ഒരു നടപടിയോ ആകാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഈ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രസിദ്ധീകരണമായ എയർ കറണ്ടിലാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് ഈ അന്വേഷണ സംഘത്തിലെ ചില സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതേസമയം നിർണായകമായ മറ്റൊരു യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. ഈ സഞ്ജയ് ജായുടെ അധ്യക്ഷതയിലുള്ള പാർലമെന്ററി സമിതി യോഗത്തിന് മുന്നിൽ ഇന്ന് വ്യോമയാന സെക്രട്ടറി ഹാജരാകും. ഈ അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ, ബന്ധുക്കൾക്ക് നൽകിയ നഷ്ടപരിഹാരം, കൂടാതെ മറ്റ് വിവരങ്ങൾ, അപകടത്തിനിടയാക്കിയ മറ്റ് കാരണങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള സമ്പൂർണ്ണമായ വിവരങ്ങൾ ധരിപ്പിക്കാനാണ് വ്യോമയാന സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എയർ ഇന്ത്യ CEO അടക്കമുള്ളവരോടും സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുഹൈൽ, ശരി. 250-ലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട വിമാനാപകടത്തിന് കാരണമെന്ത്, മനഃപൂർവ്വമാണോ പിഴവാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉത്തരം തേടുകയാണ്. എന്തായാലും ഉടൻ തന്നെ ആ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൽറാമാണ് വിവരങ്ങൾ നൽകിയത്.